السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കൂട്ടുകാരെ കുറിച്ചാണ്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാവില്ല, അല്ലേ? ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട് നമ്മളൊക്കെ. ഇപ്പം എന്നെ കുറിച്ചറിയാൻ എൻ്റെ കൂട്ടുകാരനെ ചോദിച്ചാൽ മതി, എൻ്റെ കൂട്ടുകാരൻ്റെ സ്വഭാവം നോക്കിയാൽ മതി, ആ സ്വഭാവമായിരിക്കും എൻ്റെ സ്വഭാവം. ഇപ്പോൾ കൂട്ടുകാരൻ്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് ഇതിനർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. നല്ല കൂട്ടുകാരെ മാത്രം തിരഞ്ഞെടുക്കുക, നല്ല കൂട്ടുകെട്ട് മാത്രം കൂടുക. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്? പഴമക്കാർ പറഞ്ഞൊരു പഴഞ്ചൊല്ലാണിത്. അനുഭവം തന്നെയാണ് അവരങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിലും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്, എത്ര പേരുടെ കഥകൾ നമ്മൾ കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിലേ നമുക്ക് നല്ലവനായി തീരാൻ സാധ്യമാകുള്ളൂ. മഹാനായ ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു അത്. നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നമ്മളൊക്കെ പഠിച്ചതല്ലേ? അല്ലേ? ഗുഹയിൽ കയറിയിട്ട് പാമ്പിന് മാളങ്ങളൊക്കെ കാണാൻ സാധിച്ചു. ആ മാളങ്ങളിലൂടെ പാമ്പ് വരുമോ എന്ന ഭയത്താൽ എല്ലാ മാളങ്ങളും അദ്ദേഹത്തിന്റെ വസ്ത്രം കീറിക്കൊണ്ട് അദ്ദേഹം അടച്ചു. അവസാനം ഒരു പഴുതു മാത്രമുണ്ടായിരുന്നു, ഒരു ഓള് മാത്രമുണ്ടായിരുന്നു, മാളം മാത്രമുണ്ടായിരുന്നു. ആ മാളം തന്റെ കാലിന്റെ തള്ളവിരൽ കൊണ്ട് പൊത്തിപ്പിടിച്ചു. അങ്ങനെ ഒരു പാമ്പ് വന്ന് കുത്തുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ പാമ്പ് എങ്ങനെ വന്നതാണ് എന്നൊക്കെ വേറൊരു ചരിത്രമുണ്ട്. അത് പണ്ട് ഒരു നബിയുടെ കാലത്ത് യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിക്കൊണ്ടിട്ടപ്പോ ആ കിണറ്റിലൊരു പാമ്പിനെ കണ്ടു. ആ പാമ്പാണ് എവിടെ വന്നത്? ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഗുഹയിലുള്ളിലിരിക്കുമ്പോൾ വന്ന് കാലിൽ കുത്തിയ പാമ്പ് ആ യൂസുഫ് നബിയുടെ കാലത്തുണ്ടായ പാമ്പാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. ആ ചരിത്രം വലിയൊരു ചരിത്രമാണ്. യൂസുഫ് നബിയെ കിണറ്റിലിട്ടപ്പോ യൂസുഫ് നബി അലൈഹി സ്വലാം പാമ്പിനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും മൊഞ്ചുണ്ടോ? യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പാമ്പ് ചോദിക്കുകയാണ്, യൂസുഫ് നബിയെ അങ്ങനെ കാണാൻ ഇത്രയും മൊഞ്ചുണ്ടോ? അപ്പൊ യൂസുഫ് നബി പറയാണ്, എന്നെ കാണാൻ എത്ര മൊഞ്ചുണ്ടെങ്കിൽ ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ എത്ര മൊഞ്ചുണ്ടാവും? അപ്പൊ പാമ്പ് പറയണ, എനിക്ക് ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ട് മാത്രമേ എനിക്ക് മരിക്കണ്ടൂ. അങ്ങ് എന്താക്കണം? അള്ളാഹിനോട് പ്രാർത്ഥിക്കണം. അങ്ങനെ യൂസുഫ് നബി പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലമെത്തി. അങ്ങനെ രണ്ടുപേരും ഗുഹയിൽ കയറി. നബിയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ കയറി അവിടെ ഇരുന്നു. മാളങ്ങളൊക്കെ പൊത്തി. ഒരു മാളം മാത്രം ബാക്കിയുണ്ട്. ആ മാളത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാല് വെച്ചു. അങ്ങനെ ആ കാല് വെച്ച സ്ഥലത്താണ് പാമ്പ് വന്ന് കൊത്തിയത്. ആ പാമ്പ് നബിയെ കാണാൻ വന്നതാണ്. നബിയെ കാണാൻ വന്നപ്പോ എന്താ, അവിടെ ഒരു എല്ലാം അടച്ചിട്ട് കാണുന്നു. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലിൽ കുത്തുന്നത്. ആ കാലിൽ കൊത്തലോടുകൂടി ആ പാമ്പ് മരിക്കുകയുണ്ടായി. ആ പാമ്പ് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാലത്തുള്ള പാമ്പാണ്. റസൂലുള്ളാഹിനെ കണ്ടിട്ടേ മരിക്കാൻ പറ്റുള്ളൂ എന്ന് എന്താക്കിയിട്ടുണ്ട്, ചാവാൻ പറ്റുള്ളൂ എന്ന് എന്താക്കിയിട്ടുണ്ട്, അള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്റെ റൂഹിനെ പിടിക്കാൻ പറ്റുള്ളൂ എന്ന് അള്ളാഹിനോട് യൂസുഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം ദുആ ചെയ്തു. പാമ്പ് വന്നു, നബിയെ കണ്ട ഉടനെ മരിച്ചു, ചത്തു. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. ചരിത്രം എത്രത്തോളം സത്യാവസ്ഥതയിലുണ്ട് എന്നറിയില്ല. കേട്ടറിവ് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു തരട്ടെ. അപ്പോ ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നമുക്ക് പഠിച്ചിട്ടുണ്ട്. കൂട്ടുകാരൻ ചെയ്ത കാര്യങ്ങൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്ത കാര്യങ്ങൾ, അല്ലെ? അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ, കൂട്ടുകാർ. അല്ലാത്തവർ നമുക്ക് തൽക്കാലം എന്താക്കാം, മാറ്റി നിർത്താം. പറയാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സമയം എന്നെ
അനുവദിക്കാത്തത് കാരണം ഇൻഷാ അല്ലാഹ് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ലോകത്ത് മൊത്തം മുത്തുനബിയുടെ കീർത്തനങ്ങൾ പാടിയും പറഞ്ഞും കൊണ്ടിരിക്കുന്ന ഈ സന്തോഷവേളയിൽ കുട്ടികളുടെ പ്രവാചകൻ എന്ന വിഷയത്തിൽ ഞാനും ചിലത് പങ്കുവെക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. കുരുന്നുകളോട് അതിരറ്റ സ്നേഹമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. കുരുന്നുകളോട് വാത്സല്യമില്ലാത്തവൻ എന്നിൽ പെട്ടവനല്ല എന്നാണ് അവിടെ നമ്മെ പഠിപ്പിച്ചത്. എത്രത്തോളം യുദ്ധവേളകളിൽ അവരെ വധിക്കുന്നതിനെ അവിടുന്ന് കർശനമായി നിരോധിച്ചു. ഇങ്ങനെ പല രൂപേണെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുസുമങ്ങളെ തലോടേണ്ട പ്രാധാന്യത ബോധ്യപ്പെടുത്തുകയുണ്ടായി. ഒരിക്കലൊരു പെരുന്നാൾ സുദിനത്തിൽ കളിച്ച് രസിച്ചു കൊണ്ടിരുന്ന കുട്ടികളുടെ ചാരത്ത് കൂടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പോവുകയായിരുന്നു. ഒരു കുട്ടി ഇതിൽ നിന്നും പങ്കുചേരാതെ നിരാശനായിരിക്കുന്നു. കരുണക്കടലായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിയെ അടുത്ത് വിളിച്ചു കാരണം തേടി. കുട്ടി പറഞ്ഞു, നബിയെ, പുത്തനുടുപ്പില്ലാതെ ഞാൻ എങ്ങനെ പുത്തനുടുപ്പുകളിൽ ഞാൻ ഇരുവരുമായി കൂട്ടുകൂടും? ഇത് കേട്ട് അലിവും ദയവും തോന്നിയ കരുണാസാഗരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുട്ടിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ സുഭിക്ഷമായ ഭക്ഷണത്തിന് പുറമെ പുതുവസ്ത്രങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. നോക്കൂ അവിടുത്തെ കരുണസ്നേഹം. ഇങ്ങനെയാണ് നാം ഓരോരുത്തരും ആകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. തന്റെ പ്രിയപ്പെട്ട പേരക്കുട്ടികളായ ഹസൻ, ഹുസൈൻ റളിയല്ലാഹു അൻഹു പുന്നാർ നബിയുടെ സ്നേഹപാത്രങ്ങളായിരുന്നു. അവരെ എവിടെ വെച്ച് കണ്ടാലും വാരിയെടുത്ത് മുത്തം നൽകുക മുത്തുനബിയുടെ പതിവായിരുന്നു. മാത്രമല്ല ചില സമയത്ത് സുജൂദ് ചെയ്യുന്ന മുത്തുനബിയുടെ ചുമലിൽ കേറിക്കളിക്കാൻ അവരുടെ ഹോബിയായിരുന്നു. എന്നാൽ അവരെ ഇറക്കിവിടാതെ അവരിറങ്ങുന്നത് വരെ സുജൂദ് വീട്ടുകയായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. എന്തൊരു വാത്സല്യമല്ലേ! കുട്ടികളോടുള്ള അവിടുത്തെ സ്നേഹകഥകൾ ഒരുപാട് പറയാനുണ്ട്. ഇനിയും ഒരുപാട് കൂട്ടുകാർക്ക് പ്രസംഗിക്കാൻ കൊണ്ട് സമയക്കുറവും മൂലം എന്റെ കൊച്ചു പ്രസംഗം ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ലോകത്തിന്റെ നായകൻ തിരുനബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാൻ പോകുന്നത്. സ്നേഹജനങ്ങളെ, സ്നേഹം എന്നത് ഒരു മാനസിക വ്യാപാരമാണ്. ഇഷ്ടപ്പെട്ടതിനോട് തോന്നുന്ന മനസ്സിന്റെ രാഗവും ഈണവുമാണത്. അതിനെ കെട്ടഴിച്ച് വിട്ടാൽ അത് വികാരമായി മാറും. വിശ്വാസമായി കണ്ടാൽ അത് കേവലം വികാരം എന്നതിൽ നിന്നും മാറി വിചാരങ്ങളായി രൂപപ്പെടും. ഇസ്ലാം മത വിശ്വാസിയായ ഒരാളിന് അവന്റെ സൃഷ്ടാവിനോടും പ്രവാചകരോടും ഉണ്ടാകുന്ന അടുപ്പം വിചാരങ്ങളുടേതാണ്, അഥവാ ഈമാനിന്റെ ഭാഗമാണ്. തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ താൻ എത്രമാത്രം അറിയുന്നുവോ അത്രമാത്രം ഇഷ്ടവുമേറും. അവിടുത്തെ പ്രവാചകരെ എത്ര കണ്ട് പഠിക്കുന്നുവോ അതിനനുസരിച്ച് ഇഷ്ക് കൂടിക്കൂടി വരും. അതിരുകളില്ലാത്ത പരാപാരമായി സ്നേഹം പരന്നൊഴുകുമ്പോൾ പ്രവാചക പ്രേമികൾ ആനന്ദലഹരിയിൽ മുഴുകും. കണ്ണും കാതും ആശിക്കനായി തുറന്നു വെക്കും. അള്ളാഹുവെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതങ്ങളെ പറ്റിയും അറിയുമ്പോൾ സ്നേഹം വളർന്നു വരും. ആ അറിവുകൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് അതിരുകളില്ലാത്ത ഉയരങ്ങളിലെത്തും. അതുവഴി സ്നേഹവും ഉയർന്നു പൊങ്ങും. വിശ്വാസിക്ക് മറ്റൊരാളെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹമുണ്ടാകണമെന്ന് ഇസ്ലാമിൽ നിർബന്ധമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 24-ാം സൂക്തത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പിതാക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ, ഇണകൾ, കുടുംബങ്ങൾ തുടങ്ങിയ എല്ലാവരെക്കാളും സ്നേഹം അള്ളാഹുവിനോടും പ്രവാചകരോടും വേണമെന്ന് ഈ വചനത്തിൽ നിന്നും ഗ്രഹിക്കാനാകും, മനസ്സിലാക്കാനാകും. നോക്കൂ പ്രിയമുള്ള വിശ്വാസികളെ, നമ്മുടെ ദേഹത്തോട് നമുക്കുണ്ടാകുന്നതിലുപരി സ്നേഹം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്
വേണമെന്നാണ് തിരുദൂതർ നമ്മെ ഉണർത്തിയിരിക്കുന്നത്. ഹദീസ് പണ്ഡിതനായ റളിയല്ലാഹു അൻഹു സ്നേഹത്തെ 3 തരംതിരിക്കുന്നു. ഒന്ന്, ആദരവോടും ബഹുമാനത്തോടുമോടുള്ള സ്നേഹം. ഇന്ന് മാതാപിതാക്കളോട് നമുക്ക് സ്നേഹമാണ്, വാത്സല്യത്തോടുള്ള സ്നേഹമാണ്. രണ്ടാമത്തേത് കുട്ടികളോട് തോന്നുന്ന സ്നേഹം. മൂന്നാമത്തേത് സഹജീവികളുടെ നന്മകളെ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹം. ഇത് ഇതരരോട് നമുക്ക് തോന്നുന്ന സ്നേഹം ഈ ഗണത്തിലാണ് പെടുക. ഏത് ഗണത്തിൽ? നന്മകളെ അടിസ്ഥാനമാക്കിയുള്ള സ്നേഹം. എന്നാൽ ഈ 3 സ്നേഹവും നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വേണമെന്നും അവയിലെല്ലാം മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരിക്കണം മുഖ്യമെന്നും അദ്ദേഹം വിശദീകരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആത്മാർത്ഥമായി സ്നേഹം നമുക്ക് ഉണ്ടെന്നതിനുള്ള തെളിവ് നബിയുടെ ജീവിതം നാം മാതൃകയാക്കുക എന്നതാണ്. നബിയുടെ വാക്കുകൾ, പ്രവൃത്തികൾ, വിധിവിലക്കുകൾ എല്ലാം തീർത്തും പാലിക്കുക. അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയാനാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഏവരെയും ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായി മഹത്തായ സന്ദർഭത്തിൽ, സമയത്തിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെ കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. മുഅ്മിനീങ്ങളെ, ലോകമാകെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണിത്. കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച് ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിന്റെ ആരവങ്ങൾ. മണ്ണും വെണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗൻ നീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിന് കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനാഘോഷത്തിന്റെ ആഹ്ലാദം തന്നെ. ആ സ്നേഹ പൂമേനിയോട് നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിറന്നത്. അതേ മക്ക എന്ന മണൽ ഭൂമിയിലാകുന്നു അവിടുത്തെ ജനനം. കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യം മറന്ന് ജീവിച്ചു. അവരെ ജീവിതത്തിന്റെ അർത്ഥം പഠിപ്പിക്കാനായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സത്യം കണ്ടറിഞ്ഞ് ആയിരങ്ങൾ വിശുദ്ധി മതത്തിന്റെ ആവാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു. സത്യവും അസത്യവും വേർതിരിച്ച് കാണിച്ചു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നുമില്ല. മനുഷ്യ ജീവിതത്തിന്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള പൂമേനിയെ തന്റെ അനുയായികൾ ഒരിക്കലും മറന്നില്ല. നബിയെ നേരിൽ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരുമെല്ലാം അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. നബിയുടെ കാലത്തും അവർക്ക് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം ആഘോഷിച്ചതിന് ഒരുപാട് തെളിവുകൾ കാണാനാവും. നബിയുടെ അവധാനങ്ങൾ പാടാനായി പ്രത്യേകം വേദി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുക്കി നൽകിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമായ തിങ്കളാഴ്ചയിൽ അവിടെ നിന്ന് നോമ്പെടുത്ത് അള്ളാഹുവിന് നന്ദി കാണിച്ചിരുന്നു. പരത്തി പറയാൻ എന്റെ സമയം അനുവദിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഞാൻ ഇന്ന് പ്രസംഗം ഉപയോഗിക്കപ്പെടുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത്, ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും
പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച അതുല്യ ഗുരുവാണല്ലോ ലോകത്തിന്റെ നായകൻ ഗുരു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് തിരുദൂതർ നമ്മെ പഠിപ്പിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണ്. ആയതിനാൽ അവരോട് ആദരവോടെ മാത്രമേ നാം പെരുമാറാവൂ. അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിന്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്. അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടവുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കൾ സമൂഹത്തിന് ബാധ്യതയാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രായമാകുന്തോറും സ്വാതന്ത്ര്യമേകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ്. ഇതിന് പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവല്ല. അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ കാണാം. അത്തരക്കാർക്ക് മുമ്പിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വാക്കെടുത്ത് വെച്ച് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്ന് ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാൽ അവൻ തിരിച്ച് ഇവന്റെ പിതാവിനെയും ചീത്ത പറയും. അവന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാൽ അവൻ ഇവന്റെ ഉമ്മയെയും ചീത്ത പറയും. ആയതിനാൽ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേദിയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ ഉണർത്തുന്നു, നാം നബിയുടെ വാക്കുകളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉൾക്കൊള്ളുക. മാതാപിതാക്കൾ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി നാം കാണുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒരാൾ മറ്റൊരാളുടെ ഉപ്പയെ ചീത്ത പറഞ്ഞാൽ, പിതാവിനെ ചീത്ത പറഞ്ഞാൽ നമ്മുടെ പിതാവിനെ ചീത്ത പറയുന്നത് പോലെയാണ്. മറ്റൊരാളുടെ മാതാവിനെ ചീത്ത പറഞ്ഞാൽ അത് നമ്മുടെ മാതാവിനെ ചീത്ത പറയുന്നത് പോലെയാണ്. അപ്പോൾ നമ്മൾ മാതാപിതാക്കളോട് ആദരവും ബഹുമാനവും അവർക്ക് കൊടുക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അവരോട് നമ്മൾ ഏറെ കടപ്പെട്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു തആല കഴിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത്, അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ ഇരു ലോകത്തും വിജയിപ്പിക്കുമാറാവട്ടെ എന്ന ദുആയോടെ പ്രാർത്ഥനയോടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد. തിരുനബിയോടുള്ള സ്നേഹത്തെക്കുറിച്ച് അനുവാചകർക്ക് മുന്നിൽ അല്പം പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്നേഹജനങ്ങളെ, സ്നേഹം എന്നതൊരു മാനസിക വ്യവഹാരമാണ്. ഇഷ്ടപ്പെട്ടതിനോട് തോന്നുന്ന മനസ്സിന്റെ രാഗവും ഈണവുമാണത്. അതിനെ കെട്ടഴിച്ചു വിട്ടാൽ അത് വികാരമായി മാറും. വിശ്വാസമായി കണ്ടാൽ അത് കേവലം വികാരം എന്നതിൽ നിന്നും മാറി വിചാരങ്ങളായി രൂപപ്പെടും. ഇസ്ലാം മത വിശ്വാസിയായ ഒരാളിന് അവന്റെ സൃഷ്ടാവിനോടും പ്രവാചകരോടും ഉണ്ടാകുന്ന അടുപ്പം വിചാരങ്ങളുടേതാണ്, അഥവാ ഈമാനിന്റെ ഭാഗമാണ്. തന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നാഥനെ താൻ എത്രമാത്രം അറിയുന്നുവോ അത്രമാത്രം ഇഷ്ടവുമേറും. അവിടുത്തെ പ്രവാചകരെ എത്ര കണ്ട് പഠിക്കുന്നുവോ അതിനനുസരിച്ച് ഇഷ്ക് കൂടിക്കൂടി വരും. അതിരുകളില്ലാത്ത പാരാവാരമായി സ്നേഹം പരന്നൊഴുകുമ്പോൾ പ്രവാചക പ്രേമികൾ ആനന്ദ ലഹരിയിൽ മുഴുകും. കണ്ണും കാതും ആശിഖിനായി തുറന്നു വെക്കും. അള്ളാഹുവെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതങ്ങളെ പറ്റിയും അറിയുമ്പോൾ സ്നേഹം വളർന്നു വരും. ആ അറിവുകൾ കൂടുതൽ വളർത്തിക്കൊണ്ടുവരുമ്പോൾ അത് അതിരുകളില്ലാത്ത ഉയരങ്ങളിലെത്തും. അതുവഴി സ്നേഹവും ഉയർന്നു പൊങ്ങും. വിശ്വാസിക്ക് മറ്റൊരാളെക്കാളും അള്ളാഹുവിനോടും റസൂലിനോടും സ്നേഹം ഉണ്ടാകണമെന്ന് ഇസ്ലാമിന് നിർബന്ധമുണ്ട്.
വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബയിലെ 24-ാം സൂക്തത്തിൽ ഇക്കാര്യം വ്യക്തമായി പറയുന്നുണ്ട്. പിതാക്കൾ, പുത്രന്മാർ, സഹോദരങ്ങൾ, ഇണകൾ, കുടുംബങ്ങൾ തുടങ്ങി എല്ലാവരെക്കാളും സ്നേഹം അള്ളാഹുവിനോടും പ്രവാചകരോടും വേണമെന്ന് ഈ വചനത്തിൽ നിന്നും ഗ്രഹിക്കാനാകും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞത് ശ്രദ്ധിക്കുക: നിങ്ങളൊരാൾക്ക് തന്റെ സ്വന്തം ശരീരത്തെക്കാൾ ഞാൻ പ്രിയങ്കരനാവുന്നോളം അയാൾ വിശ്വാസിയാകുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ നൊമ്പരത്തിലായിരുന്നു പ്രവാചക തിരുമേനി. സംരക്ഷകരുടെ നഷ്ടം, പീഡനങ്ങളുടെ വിരഹവേദനകൾ തന്റെ ഇഷ്ടദാസനെ അങ്ങനെ വേദനിപ്പിച്ചുകൂടെന്ന് സൃഷ്ടാവ് തീരുമാനിക്കുന്നു. അതിനായി ഭൗമലോകത്ത് പ്രവാചക തിരുദൂതർക്ക് ഒരു സ്നേഹവിരുന്നൊരുക്കി. മഹാത്ഭുതങ്ങളുടെ ലോകത്തേക്ക് അതിശയോക്തമായ ഒരു പ്രയാണം. ഒറ്റ രാത്രി കൊണ്ട് 2 മാസത്തെ വഴി ദൂരവും പിന്നിട്ട് 7 ആകാശവും കടന്ന് തിരിച്ചെത്തുക. അത്യാധുനിക കണ്ടുപിടുത്തങ്ങളുടെ വിജയകാലത്ത് പോലും അസാധ്യമായ ഒരു യാത്ര. അതാണ് ഇസ്റാ മിഅ്റാജ്. തന്റെ അടിമയെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ചുറ്റുഭാഗവും ബർക്കത്ത് നൽകിയ മസ്ജിദുൽ അഖ്സ വരെ രാത്രിയിൽ പ്രയാണം ചെയ്യിച്ച അള്ളാഹു എത്ര പരിശുദ്ധനാണ്. വിശുദ്ധ ഖുർആനിന്റെ ഈ വിവരണത്തിൽ നിന്ന് ഇങ്ങനെ വായിക്കാം: മസ്ജിദുൽ ഹറാമിൽ നിന്നും അഖ്സ പള്ളി വരെയുള്ള യാത്ര ഇതത്ര ഇസ്റാ. ഒരൊട്ടകത്തിന് 1 മാസക്കാലം നടന്നെത്താനുണ്ട് അഖ്സയിലേക്ക്. തിരിച്ചും അതേ സമയം വേണം. അതായത് 2 മാസത്തെ ഒട്ടകയാത്ര. ഇവിടേക്കാണ് ഒരു രാത്രി കൊണ്ട് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര ചെയ്തത്. തീരുന്നില്ല, ഇനി മിഅ്റാജ് ഉണ്ട്. അവിടെ നിന്ന് പിന്നെ 7 ആകാശവും പിന്നിട്ട് സിദ്റത്തുൽ മുൻതഹയിലെത്തി. പ്രത്യേക സ്ഥലത്ത് അള്ളാഹുമായി കണ്ടുമുട്ടി തിരിച്ചെത്തുന്നു. വായുമണ്ഡലത്തിന്റെ പരിധികൾ ഭേദിച്ച് പ്രവാചകരുടെ പ്രയാണം. 7 ആകാശവും പിന്നിട്ടുള്ള യാത്ര. ഇതിനിടെ ഓരോ ആകാശങ്ങളിലും പൂർവ്വ പ്രവാചകരുടെ ആതിഥ്യം. സ്വാഗതമോദാൻ മാലാകമാരുടെ കൂട്ടം. വർണ്ണാലങ്കൃതമായി അണിയിച്ചിരുക്കിയ സിദ്റത്തുൽ മുൻതഹ. ജീവലോകത്ത് ഇനിയും അത്ഭുത പ്രതിഭാസമായി നിൽക്കുന്ന ബുറാക്കിലാണ് തിരുദൂതർ പോകുന്നത്. കൂട്ടുകാരനായി ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. ഓരോ ആകാശവും കടന്നു ചെല്ലുന്നത് പ്രത്യേക വിഭാഗങ്ങളുടെ നിരീക്ഷണങ്ങളിലൂടെയാണ്. കൂട്ടുയാത്രക്കാരന് പ്രവേശന പരിധി ഉണ്ടായിരുന്നു. ബഹ്റുന്നൂർ അവിടം വരെ അനുഗമിക്കാനേ ജിബ്രീൽ അലൈഹിസ്സലാമിന് അനുമതി ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് പ്രവാചകർ തനിച്ച് അള്ളാഹുവിനെ ദർശിക്കുന്നു. അത്തഹിയ്യാത്തുൽ മുബാറകാത്തുൽ മുതൽ കാഴ്ചയുടെയും അഭിവാദനത്തിന്റെയും സംഗമം. തിരിച്ചു പോരുമ്പോൾ സമുദായത്തിന് സൃഷ്ടാവിന്റെ സമ്മാനമുണ്ട്. ദിനം പ്രതിയുള്ള നിസ്കാരം അത് ഏറ്റുവാങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടക്കയാത്ര ആരംഭിക്കുന്നു. വഴിയിൽ മൂസാ നബിയെ കണ്ടുമുട്ടി. അദ്ദേഹം വിവരങ്ങൾ ആരാഞ്ഞു. അള്ളാഹുവിന്റെ അരികിൽ തിരിച്ചു ചെന്ന് ലഘൂകരിച്ചു തരണമെന്നാവശ്യപ്പെടാനായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശം. അനുഭവ പാഠവും മൂസാ നബി അലൈഹിസ്സലാം തിരുദൂതർക്ക് മുമ്പിൽ നിരത്തി. 5 ചുരുക്കുന്നതിന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യാത്ര തുടർന്നു. എന്നിട്ടും പോരെന്നായിരുന്നു മൂസാ നബിയുടെ പക്ഷം. പക്ഷേ 10ാം തവണയും ഇക്കാര്യം ആവശ്യപ്പെട്ടു പോകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സ് കൂട്ടാക്കിയില്ല. ഒടുവിൽ 5-ൽ ഉറച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു. യാത്രക്കിടയിൽ ഒട്ടേറെ അത്ഭുത കാഴ്ചകൾക്ക് അവിടുന്ന് സാക്ഷിയായി. ചിലത് ഇവിടെ കുറിക്കാം. ചെമ്പ് നിർമ്മിതമായ നഖമുള്ള ഒരു വിഭാഗത്തിനരികിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു. അവർ നെഞ്ചും മുഖവും മാതി കീറുന്നു. പ്രവാചകൻ ജിബ്രീലിനോട് കാര്യം തിരക്കി. മറ്റുള്ളവരുടെ അഭിമാനം പിച്ചിച്ചീന്തിയവരാണ് അവർ എന്ന് മറുപടി നൽകി. മറ്റൊരു കൂട്ടരെ കണ്ടു. അവർ അവരുടെ തലകൾ പാറക്കല്ലിൽ അടിച്ച് തകർക്കുന്നു. പൊട്ടിപ്പിളർന്ന തല പൂർവ്വസ്ഥിതിയിലെത്തുമ്പോൾ വീണ്ടും അതാവർത്തിക്കുന്നു. നിർബന്ധിത നിസ്കാരങ്ങൾ നിർവഹിക്കാൻ മടിയുള്ളവരാണെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുക്കുന്നു. വേറെ ഒരു വിഭാഗത്തിലൂടെ നടന്നു പോയപ്പോൾ വെന്ത് പാകമായ രുചിയുള്ള മാംസച്ചട്ടിയുണ്ട് മുമ്പില്. മാംസച്ചട്ടിയുടെ മുമ്പിൽ പാകമാകാത്ത ചീഞ്ഞ മാംസച്ചട്ടിയും ഉണ്ടരികില്. രുചിയുള്ളത് വിട്ട് ചീഞ്ഞ മാംസം തിന്നുകയാണ് അവർ ചെയ്യുന്നത്. അനുവദനീയമായ ഭാര്യയെയും ഭർത്താവിനെയും വിട്ട് അന്യരെ സമീപിക്കുന്ന ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്ക് ലഭിക്കുന്ന ശിക്ഷയുടെ പ്രതീകമാണെന്നാണ് ജിബ്രീൽ അലൈഹിസ്സലാം വിശദീകരിച്ചു കൊടുത്തത്. വേറൊരു കാഴ്ച പ്രവാചകരെ അത്ഭുതപ്പെടുത്തി. ഭൂമിയിലെത്തിയ ശേഷം ജിബ്രീലുമായി യാത്രാനുഭവം പങ്കുവച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പ്രത്യേകം ചോദിച്ചറിഞ്ഞു. വാനലോകത്ത് തന്നെ സർവരും പുഞ്ചിരിച്ചു സ്വാഗതമോദി. പക്ഷേ ഒരാൾ മാത്രം അതിനെ അപവാദമായി കണ്ടു.
ജിബ്രീൽ പറഞ്ഞു, അത് നരകത്തെ കാക്കുന്ന മാലിക് എന്ന മലക്കാണ്. അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത് മുതൽ ഒരിക്കലും ചിരിച്ചിട്ടില്ല. ആരോടെങ്കിലും ചിരിക്കുമായിരുന്നുവെങ്കിൽ അങ്ങയോട് ചിരിക്കേണ്ടതായിരുന്നു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. കേരളം കേട്ടുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടൽ വാർത്തകളുണ്ട്. അവയിലൊന്നാണ് സംസ്ഥാനത്തെ കൗമാരക്കാരുടെ ലഹരി ഉപയോഗത്തിന്റെ കണക്കുകൾ. അലസമായി തള്ളുന്ന പല കണക്കുകളിൽ ഇതും ഇടം പിടിച്ചതുകൊണ്ടാവാം ന്യൂജൻ കാലത്തെ ലഹരി ഉപയോഗം വാണം കണക്കേ കുതിക്കുകയാണെന്ന്. ചില കണക്കുകളുമായി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം. നാഷണൽ കമ്മീഷൻ ഓഫ് മൈൽഡ് റൈറ്റ്സ് എന്ന സംഘടന വർഷങ്ങൾക്ക് മുമ്പ് ഉത്ബുദ്ധ കേരളീയർക്ക് മുമ്പിൽ അവതരിപ്പിച്ചൊരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് പുകവലിക്കുന്നവരും അതാസ്വദിക്കുകയും ചെയ്യുന്നവർ 73%, മദ്യം ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവർ 60%. 5-നും 18-നും ഇടയിൽ പ്രായമുള്ള 119 പേരെ പഠനവിധേയമാക്കിയാണ് കമ്മീഷൻ ഈ കണക്ക് സാംസ്കാരിക കേരളത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, സംസ്കാരം അലങ്കാരമായി കൊണ്ട് നടക്കുന്നവർക്ക് മുമ്പിൽ ഈ കണക്കുകൾ കേവലം ഞെട്ടൽ മാത്രമാണ്. പക്ഷേ പുതുതലമുറയുടെ നല്ല ഭാവിയും രാജ്യത്തിന്റെ കെട്ടുറപ്പും ആഗ്രഹിക്കുന്നവരോട് പറയട്ടെ, നാണിക്കുക, നാണിച്ചു തലകുനിക്കുക. മറ്റൊരു സംഭവം കൂടി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ നിവർത്തിവെക്കുകയാണ്. 13 വയസ്സുകാരൻ 3 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തു കൊന്ന കഥ സാംസ്കാരിക കേരളം വായിച്ചും കേട്ടതും തള്ളിയാണ്. അത് തള്ളിക്കളഞ്ഞൊരു കാര്യമാണ്. ലഹരിയുടെ മാസ്മരിക ലഹരിയിൽ പയ്യൻ കാണിച്ച വേലയെ പഠന വിധേയമാക്കിയ ഡോക്ടർ സിംഗ് പറഞ്ഞത് ലഹരി ഉപയോഗം കാരണം 13-കാരൻ 35-കാരന്റെ ചിന്താശരണിയിലേക്ക് എത്തിയെന്നാണ്. 3-ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്നും മദ്യക്കുപ്പി സ്കൂൾ വരാന്തയിൽ വീണടഞ്ഞ സംഭവം നമ്മുടെ കേരളത്തിൽ നിന്നായിരുന്നു. പ്രിയമുള്ളവരെ, ഹാൻസും പൻപരാഗും നാടുവാഴുകയാണെന്ന്. നിരോധനങ്ങൾ പേരിന് മാത്രമാണെന്നത് ആർക്കും അറിയുന്ന രഹസ്യം മാത്രമാണ്. നമ്മുടെ കലാലയ പരിസരങ്ങൾ ഇന്ന് ലഹരി മാഫിയകളുടെ പിടിയിലൊതുങ്ങിയിട്ടുണ്ട്. LP മുതൽ മേൽപോട്ടുള്ള കുട്ടികളിൽ ലഹരി ഉപയോഗം ക്രമാതീതമായി വളർന്നു വരികയാണ്. സാംസ്കാരിക സമ്പന്നതയും ഭാവിയും ലക്ഷ്യമിട്ടാണ് ഏതൊരു രക്ഷിതാവും കുട്ടികളെ കലാലയങ്ങളിലേക്ക് പറഞ്ഞുവിടുന്നത്. എന്നാൽ കേൾക്കുന്ന വാർത്തകളും കാണുന്ന ദൃശ്യങ്ങളും ജീർണതയുടെ നാറുന്ന രംഗങ്ങളാണ്. കഞ്ചാവ് വേട്ടയുടെ വിവരണങ്ങളില്ലാതെ ഇന്ന് പത്രങ്ങളൊന്നും ഇറങ്ങുന്നില്ല. പിടിക്കപ്പെടുന്നവരിൽ നിന്നും നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളാണെന്ന് സത്യമല്ലേ? സ്കൂളുകളും കോളേജുകളും കേന്ദ്രമാക്കി ലഹരി മാഫിയ നാട് വിറപ്പിക്കുമ്പോൾ പിടിച്ചു കൊട്ടേണ്ടവർ മൗനം പാലിക്കുന്നുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൗമാരത്തെ ലഹരി ഉപയോഗത്തിലേക്ക് തള്ളിവിടുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ ആരായിരിക്കും പ്രതികൾ? രക്ഷിതാക്കളാണോ, സഹപാഠികളാണോ, സമൂഹമാണോ? ആരായിരിക്കും? അതേ, ഇപ്പറഞ്ഞ ഓരോരുത്തരും തന്നെ എന്ന് തീർത്തും പറയാനാവും. രക്ഷിതാക്കളുടെ പങ്ക് വിസ്മരിച്ചുകൂടാ. ചീത്ത കൂട്ടുകെട്ട് കാരണമാകുന്നുണ്ട്. സമൂഹത്തിന്റെ നിലപാടുകൾ കുട്ടികളെ ചീത്തയാക്കുന്നുണ്ട്. രക്ഷിതാക്കളുടെ അശ്രദ്ധ, അവരുടെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസം, ഇതൊക്കെ കൗമാരക്കാരെ ലഹരിയുടെ അടിമകളാക്കി മാറ്റുന്നുണ്ട്. ലഹരിയിൽ മയങ്ങി ജീവിക്കുന്ന ഒരുത്തരെ പിടിച്ചു കൊടുത്താൽ തന്നെ രക്ഷിതാക്കളെ നിഷേധിച്ചിരിക്കും. ഇത്തരം കാര്യങ്ങൾക്ക് നമ്മുടെ നാടുകൾ എത്രയോ സാക്ഷിയായിട്ടുണ്ട്. ഇത് തന്നെയാണ് പിന്നീട് കുട്ടികളെ കനത്ത ലഹരിയുടെ ഉടമകളാക്കി മാറ്റുന്നത്. ചില കാര്യങ്ങൾ കൂടി ഉണർത്തി ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന പണം, മാതാപിതാക്കളുടെ കലഹം, ലഹരിയുടെ ലഭ്യത, കൂട്ടുകാർക്കിടയിൽ ഹീറോ ആവാനുള്ള ആവേശം, സുലഭമായി എവിടെയും കിട്ടുന്ന ലഹരി, ഇതൊക്കെ ലഹരി വ്യാപനത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. ഇവക്കെല്ലാം തടിയിടാനായാൽ മാത്രമേ ഈ സാമൂഹ്യ വിപത്തിനെ നാടുകടത്താനാവൂ. അതിനെ ആര് വിചാരിക്കണമെന്നതാണ് പ്രശ്നം. ഭരണം നടത്തുന്ന അധികാരികളാണോ, പോറ്റി വളർത്തുന്ന രക്ഷിതാക്കളാണോ, ഇവരെയെല്ലാം സഹിക്കുന്ന സമൂഹമാണോ? ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയട്ടെ. ഭാവി തലമുറയെ ഷണ്ഡീകരിച്ചുകൊണ്ട് കൂടാഭാവി വാഗ്ദാനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ രാജ്യത്തിന് നിലനിൽപ്പുണ്ടാവുക. അത് മനസ്സിലാക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞ മുഴുവൻ പേരുടെയും കൂട്ടായ്മകൾ രംഗത്ത് വരട്ടെ. ആരോഗ്യമുള്ള ഒരു ജനത അങ്ങനെ പിറവികൊള്ളട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.
وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين. أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ മഹത്തായ വേദിയിൽ ഇസ്ലാമിക സൗഹാർദ്ദത്തെ കുറിച്ച് ഞാൻ അല്പം പറയാം. വിശ്വാസികൾ പരസ്പര സൗഹാർദ്ദത്തിൽ കഴിയണമെന്ന് വിശുദ്ധ ഇസ്ലാമിന് നിർബന്ധമുണ്ട്. കൂട്ടുകുടുംബങ്ങളും അയൽപക്ക ബന്ധങ്ങളും ഊട്ടി ഉറപ്പിച്ച് വേണം സൗഹാർദ്ദങ്ങൾ ദൃഢമാക്കാൻ. ആരുമായി സൗഹാർദ്ദം സ്ഥാപിക്കുകയാണെങ്കിലും അത് അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അല്ലാതിരുന്നാൽ അതിന് സ്ഥാനമുണ്ടാവുകയില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ സൗഹാർദ്ദത്തിലായവർക്ക് അന്ത്യനാളിൽ പ്രത്യേക തണല് ലഭിക്കും. സൗഹാർദ്ദങ്ങൾ സ്ഥാപിക്കുന്നതിന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറെ പ്രോത്സാഹനം നൽകിയിരുന്നതായി ചരിത്രത്തിൽ കാണാനാകും. പുണ്യപുരുഷന്മാരെ സന്ദർശിക്കാനും അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ നബി തങ്ങൾ സ്വഹാബാക്കളോട് ഉപദേശിക്കാറുണ്ടായിരുന്നു. കൂട്ടത്തിൽ പറയട്ടെ, ഇതര മതസ്ഥരോട് നമുക്ക് സൗഹാർദ്ദം വേണോ, പക്ഷേ അത് നമ്മുടെ വിശ്വാസം പണയപ്പെടുത്തിയിട്ടാവരുത്. രോഗിയെ സന്ദർശിക്കലും കഷ്ടപ്പാടുള്ളവരെ സഹായിക്കലും സൗഹാർദ്ദത്തിന്റെ ഭാഗമാണ്. നബി തങ്ങൾ യഹൂദിയായ ഒരു കുട്ടി രോഗിയായി കിടന്നപ്പോൾ അവനെ കാണാൻ പോവുകയും അവനെ തലോടുകയും ചെയ്തതായി ചരിത്രത്തിൽ കാണാം. പ്രിയമുള്ളവരെ, നമ്മുടെ പൂർവികർ സൗഹാർദ്ദത്തിന് ഏറെ പ്രാധാന്യം നൽകിയിരുന്നതായി കാണാം. ബന്ധുക്കളെ കാണലും അയൽവാസികളുടെയും മറ്റു വീടുകൾ സന്ദർശിക്കലും ഏറെ ആവേശത്തോടെ നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്തായി? സ്വന്തം കുടുംബക്കാരെ പോലും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട അവസ്ഥയല്ലേ സമൂഹത്തിലുള്ളത്? അയൽവക്കത്തെ വീട്ടിൽ എന്ത് നടക്കുന്നെന്ന് വിവരമറിയാൻ പത്രങ്ങൾ പരതേണ്ട അവസ്ഥ വന്നിട്ടില്ലേ? ആയതിനാൽ മഹാനായ നബിയെ നാം ഓർക്കുമ്പോൾ അവിടുന്ന് നിർദ്ദേശിച്ചതും കാണിച്ചു തന്നതുമായ സൗഹാർദ്ദങ്ങൾ നിലനിർത്തുന്നതിന് നാം ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. ആധുനിക സംവിധാനങ്ങളുടെ കാലത്തവയൊന്നും കേവലം ഒരു ഫോൺ കോളിൽ നിർത്തി തൂക്കരുത്. ഇത്തരം വേദികൾ അതിനുള്ള പ്രചോദനങ്ങളാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഈ നിറഞ്ഞ വേദിയിൽ മനുഷ്യ സംസ്കാരം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഉണർത്തുകയാണ് എന്റെ ലക്ഷ്യം. ഇതര ജീവികളിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് മനുഷ്യൻ. ബുദ്ധിയും ചിന്താശേഷിയുമാണ് മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യൻ വ്യത്യസ്തനാണെന്ന് ആരെയും പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല. തിന്നുക, കുടിക്കുക, കുടുംബവുമായി കഴിഞ്ഞുകൂടുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം മനുഷ്യേതര ജീവികളിലെല്ലാം ഉണ്ട്. കാര്യങ്ങൾ ചിന്തിച്ചും ആലോചിച്ചും പ്രവർത്തിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. അത് മറ്റുള്ള ജീവികൾക്ക് കഴിയില്ല. ഇത്തരം കഴിവുകളുള്ള മനുഷ്യൻ കേവലം മൃഗതുല്യം ജീവിക്കാൻ പാടില്ലെന്ന് മനുഷ്യരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ലോകത്തിന്റെ രക്ഷിതാവിന് നിർബന്ധമുണ്ട്. പ്രിയമുള്ളവരെ, അതുകൊണ്ടാണ് അവൻ മനുഷ്യർക്ക് ചില നിയമവ്യവസ്ഥകൾ നിർമ്മിച്ചത്. എന്ത് തിന്നണം, എങ്ങനെ പെരുമാറണം തുടങ്ങി എന്തിനും സൃഷ്ടാവ് ചില നിയമവ്യവസ്ഥകൾ വെച്ചിട്ടുണ്ട്. അതുതന്നെയാണ് മനുഷ്യന്റെ സംസ്കാരം. തോന്നിയതുപോലെ ഉണ്ണുകയും ഉറങ്ങുകയും ഭോഗിക്കുകയും ചെയ്യുക എന്ന സംസ്കാരം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. നോക്കൂ പ്രിയ കൂട്ടുകാരെ, ഇന്നത്തെ ചില സംസ്കാരങ്ങൾ നമ്മെ നാണിപ്പിക്കുന്നില്ലേ? നാൽക്കാലികളെ പോലെ നടന്നതിൽ നിന്നോ അങ്ങനെയൊരു കൂട്ടർ ആണേത് പെണ്ണേതെന്ന് തിരിച്ചറിയാനാവാത്ത വിധം വസ്ത്രമണിഞ്ഞ് അങ്ങാടികളിലൂടെ ഉലാത്തുന്നു. അങ്ങനെ മറ്റൊരു വിഭാഗം വന്യജീവികളെ എപ്പോഴും നാണിപ്പിക്കും വിധം തെരുവിൽ കൂത്താടുന്നു. അങ്ങനെ വേറൊരു കൂട്ടർ ഇവരൊക്കെ മനുഷ്യർ തന്നെ എന്ന് പറയേണ്ടി വരുന്നല്ല എന്ന് ഓർക്കുമ്പോഴാണ് ദുഃഖം. ഞാൻ പറഞ്ഞു വന്നത് സാംസ്കാരികമായി മനുഷ്യൻ എത്തിപ്പെട്ടിരിക്കുന്ന അപജയത്തെ പറ്റിയാണ്. വിദ്യാഭ്യാസമില്ലായ്മയല്ല ഇതിന്റെയൊക്കെ കാരണം, മറിച്ച് മൂല്യവത്തായ ജ്ഞാനം, അറിവ്
അസ്തമിച്ച് പോയത് കൊണ്ട് മാത്രമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യനെ വ്യത്യസ്തനാക്കുന്ന വിവേകം വികാരങ്ങൾക്ക് വഴിമാറി വരുന്ന പുത്തൻ കാലത്താണ് നാമൊക്കെ ജീവിക്കുന്നത് എന്ന് ഓരോരുത്തരും നന്നായി ഓർത്തിരിക്കുക. സ്വന്തം ബുദ്ധി പണയം വെച്ച് കണ്ടവന്റെ പുളിച്ച സംസ്കാരം നാം പിന്തുടരാതിരിക്കുക. പുണ്യ പുരുഷന്മാരുമാണെന്ന് നാം ഓർക്കുക. അവരെ മാതൃകയാക്കി നമുക്ക് ഉത്തമ സംസ്കാരത്തിന്റെ ഉടമകളായി മാറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ആദരവ്, ബഹുമാനം എന്നിവ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. നമുക്ക് ഇപ്പോൾ ഇല്ലാത്തതും അതാണ്. ആദരവില്ല, ബഹുമാനില്ല. അത് കുട്ടികൾക്കും ഇല്ല, വലിയ ആൾക്കാർക്കും ഇല്ല. അവയെ കുറിച്ച് രണ്ട് വാക്ക് പറയാനാണ് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ എല്ലാ സുഖങ്ങളും അനുഭവിച്ചു കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നുവല്ലോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. മലക്കുകളുടെ ഉസ്താദായിരുന്നു. അവനെ അള്ളാഹു പുറത്താക്കി. കാരണം എന്താ? മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാൻ അവൻ വിസമ്മതിച്ചു. ആദം നബിക്ക് സുജൂദ് ചെയ്യാൻ എന്തായി? അഹങ്കാരം കൊണ്ട് നിഷേധിച്ചു, അനാദരവ് കാണിച്ചു. അതായിരുന്നു കാരണം. മാത്രമല്ല അള്ളാഹുവിനെ ധിക്കരിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട എന്റെ കൂട്ടുകാരെ, ഇതിൽ വളരെയേറെ പാഠമുണ്ട് നമുക്ക്. അതായത് അനുസരണം ഏറ്റവും ആവശ്യമാണെന്നും അത് കൂട്ടാക്കാത്തവൻ എത്ര ഉയർന്ന സ്ഥാനത്തിരുന്നാലും അവന്റെ സ്ഥാനം നഷ്ടമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നമ്മുടെ മാതാപിതാക്കള്, ഗുരുവര്യന്മാര്, അതുപോലെ തന്നെ മുതിർന്നവര് തുടങ്ങി പലരോടും നാം മര്യാദ കാണിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നമുക്ക് ഉന്നത സ്ഥാനത്ത് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പലപ്പോഴും നമ്മൾ ചീത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് മുതിർന്നവരെ അനുസരിക്കാതിരിക്കുകയും ഗുരുവര്യന്മാരെ ചീത്ത വിളിക്കുകയും ചെയ്യുന്ന പ്രവണത കണ്ടുവരാറുണ്ട്. ഞാൻ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് വളരെ ഗൗരവത്തോട് ഉണർത്തുകയാണ്, അത്തരക്കാരായി നമ്മൾ ഒരിക്കലും മാറിക്കൂടാ. അത് നമ്മുടെ പരാജയത്തിന് തന്നെ കാരണമാകും. ഒരു മുസ്ലിം നാം എപ്പോഴും മര്യാദ പാലിക്കുന്നവനും അച്ചടക്കമുള്ളവരുമായിരിക്കണം. അതാണ് നമ്മുടെ മതം, അതാണ് നമ്മുടെ മതത്തിന്റെ നിർദ്ദേശം. അല്ലാതിരുന്നാൽ നാം വഴിപിഴച്ചവരായി മാറും. ഇബ്ലീസിന്റെ പാഠം എപ്പോഴും നാം ഓർത്തുകൊണ്ടേയിരിക്കണമെന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് ഉപസംഹാരം കുറിക്കുകയാണ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട നാട്ടുകാരെ, കൂട്ടുകാരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വേദിയിൽ സഹോദര്യത്തെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാകുന്നു എന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് പറയുന്നത്. ഒരു ശരീരത്തിന്റെ ഭാഗമായാണ് ഓരോ വിശ്വാസിയെയും കാണേണ്ടത്. പരസ്പരം സഹകരിച്ചും സഹായിച്ചുമാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടത്. വാക്കുകൊണ്ടും പ്രവർത്തികൾ കൊണ്ടും പരസ്പരം അനിഷ്ടങ്ങൾ ഒരിക്കലും ഉണ്ടായിക്കൂടെന്ന് നമ്മുടെ മതം നമ്മോട് ഉണർത്തിയിരിക്കുന്നു. താൻ ഇഷ്ടപ്പെടുന്നത് തന്റെ സഹോദരൻ ഉണ്ടാകാൻ ആഗ്രഹിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഇതിന് മികച്ച ഉദാഹരണമാണ് മദീന നിവാസികൾ മക്ക നിവാസികളോട് കാണിച്ചത്. നാടും വീടും വിട്ട് തിരുനബിക്കൊപ്പം ഹിജറ വന്നവരെ മദീനക്കാർ ഏത് വിധമാണ് സുഹൃത്തുക്കളെ വരവേറ്റത്. 2 ഭാര്യമാരുള്ളവർ ഒരാളെ മൊഴിചൊല്ലി സഹോദരന് കെട്ടിച്ചു കൊടുത്തു. 2 വീടുള്ളവർ ഒരു വീട് നൽകി. മറ്റു ചിലർ വീട്ടിലെ തന്നെ ഓരോ മുറികൾ സഹോദരന്മാർക്ക് ഒഴിഞ്ഞുകൊടുത്തു. വസ്ത്രവും ഇരിപ്പിടവും ഇപ്രകാരം നൽകി. അങ്ങനെ ലോകത്തിന് തന്നെ മഹത്തായ ഒരു സഹോദരനെ മാതൃക അവർ കാണിച്ചു തന്നു. പ്രവാചകർ മുത്തുനബിയുടെ മാതൃകയുടെ ഭാഗമായിരുന്നു ഇത്. ഇതേ പ്രകാരം ഇന്നും ചെയ്യണമെന്നല്ല നാം പറയുന്നത്, മറിച്ച് അല്പമെങ്കിലും സാമ്യപ്പെടാൻ നാം തയ്യാറാവേണ്ടതുണ്ട്. ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്നവർ
അവർ പോലും പരസ്പരം കാഫിറാക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാരമ്പര്യമായി വിശ്വസിച്ച് ആചരിച്ചു വരുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പോലും അവരെ മുസ്ലിമായി അംഗീകരിക്കാൻ പോലും കൂട്ടാക്കാത്തവരാണ് ചിലരെങ്കിലും എന്തിനു പറയണം, മഹാനായ മുത്തുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്നവരെ പോലും മതത്തിന്റെ പടിക്ക് പുറത്ത് നിർത്തുന്നവരല്ലേ ചില ഇസ്ലാമിസ്റ്റുകൾ. ഇവിടെ എനിക്ക് പറയാനുള്ളത്, സഹോദരങ്ങളെ, നാം പരസ്പരം അറിഞ്ഞും അറിയിച്ചും സഹോദരന്മാരാകണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ മഹത്തായ ആഘോഷം, അതായത് നബിദിനാഘോഷം, അത് മഹത്തായ വേദിയാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. തിരുനബിയെയും അവിടുത്തെ സ്വഹാബി വര്യന്മാരുടെയും മാതൃക നമുക്കതും പ്രചോദനമാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല കാണിച്ചു തന്ന വഴിയിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഞ്ചരിച്ച വഴിയിലൂടെ നമുക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മനുഷ്യരെ ഉന്നതരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവ് പല രൂപത്തിലുള്ള അറിവുകളുണ്ട്. ഇൽമുൽ ഗൈബിന്റെ അദൃശ്യമായ അറിവുകളാണ്, അദൃശ്യമായ കാര്യങ്ങളാണ്. അത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും മാത്രമേ, അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർക്ക് മാത്രമേ അള്ളാഹു അത് അറിയിച്ചു കൊടുക്കുള്ളൂ. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ അറിവുള്ളവരും ഇല്ലാത്തവരും തുല്യരാണോ? വിശുദ്ധ ഖുർആനിന്റെ ചോദ്യമാണിത്. ഏത് കാര്യത്തെക്കുറിച്ചും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ മഹത്വം തന്നെയാണ്. ഏതൊരു കാര്യവും, എന്ത് കാര്യവും ചോദിച്ചാൽ അതിന് ഉടനടി മറുപടി ഉണ്ടാവുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, പറഞ്ഞു കൊടുക്കുക, അത് വലിയൊരു മഹത്തുള്ള കാര്യമാണ്. ആദം അലൈഹിസ്സലാമിനെ സൃഷ്ടിച്ച അള്ളാഹു അദ്ദേഹത്തിന് സർവ വസ്തുക്കളുടെയും പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഇസ്ലാമിന്റെ പ്രബോധനവുമായി വന്ന എല്ലാ പ്രവാചകന്മാരും നല്ല വിവരമുള്ളവരായിരുന്നു. അറിവുള്ളവർ സമൂഹത്തിൽ ഏറെ ആദരിക്കപ്പെടുന്നത് നാം കണ്ടിരിക്കും. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരനും യാത്ര ചെയ്യുന്നു എന്ന് സങ്കല്പിക്കുക. വഴിയിൽ പണ്ഡിതന്റെ കൈപിടിക്കാനും വിശേഷങ്ങൾ തിരക്കാനും ആളുകൾ തിരക്ക് കൂട്ടുന്നത് നമുക്ക് കാണാൻ സാധിക്കാം. അറിവില്ലാത്ത ആളെ ആരും പരിഗണിക്കുന്നതായി കാണാറില്ല. അറിവുള്ളവർ മരണപ്പെട്ടാലും അവരെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. എന്നാൽ അറിവില്ലാത്തവൻ മരണപ്പെട്ടതോടുകൂടി, അവൻ മരിക്കുന്നത് കൂടി അവനെ ആളുകൾ മറന്നു പോകുന്നതാണ്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും പഠിച്ചത് കൊണ്ട് അറിവുണ്ടാകണമെന്നില്ല. അതിന് ചില മര്യാദകൾ പാലിക്കണം. കാര്യഗൗരവത്തോടെ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക. ഉസ്താദിനെ ബഹുമാനിക്കുക. ഉസ്താദിരിക്കുന്ന കസേരയെ ബഹുമാനിക്കുക. ഉസ്താദിന്റെ മറ്റുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെയൊക്കെ ബഹുമാനിക്കുക. അദബുണ്ടായിരിക്കണം. അദബില്ലെങ്കിൽ പഠിക്കുന്ന അറിവ് കൊണ്ട് ഒന്നിനും കൊള്ളുകയില്ല. പഠിച്ചതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നിവയെല്ലാം മുഖ്യമാണ്. അത്തരത്തിലുള്ള അറിവിനെ സ്ഥാനം ലഭിക്കുകയുള്ളൂ. ഞാനൊരു കാര്യം ഉണർത്തി നിർത്തുകയാണ്. നാമൊക്കെ കുട്ടികളാണ്. പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. എന്റെ ഈ ശബ്ദം കേൾക്കുന്ന വലിയ ആളുകളുണ്ടാകാം. വലിയ ആളുകൾ കുട്ടികൾക്ക് ഉണർത്തി കൊടുക്കേണ്ട കാര്യങ്ങളാണ്. അവരൊക്കെ അറിവ് പഠിക്കുന്ന ആളുകളാണ്. അവരൊക്കെ നിങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുക. പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. അവസരങ്ങൾ ധാരാളം ഉണ്ടായിട്ടും നാം ഒന്നും അത് ഉപയോഗപ്പെടുത്തുന്നില്ല. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ പഠിക്കാനുള്ള സൗകര്യങ്ങളില്ല, അവസരങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് പഠിക്കാനുള്ള വഴികൾ ഇല്ലാത്തത് കാരണം അവർ എവിടെയും എത്തിയിട്ടില്ല. എങ്കിലും അന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് വളർന്ന ആളുകൾ ഒരുപാട് വലിയ നിലയിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ആർക്കോ വേണ്ടി പഠിക്കുകയാണ് പലരും. ഉമ്മ വഴക്ക് പറയുമോ, ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മിൽ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നാം ഒരിക്കലും പുരോഗതി ഉണ്ടാവുകയില്ല. മാത്രമല്ല നമ്മെ ആദരിക്കപ്പെടുകയുമില്ല. ആയതിനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ പ്രസംഗം നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വിശ്വാസികളെ, മഹത്തായ വേദിയിൽ പ്രവാചകന്മാരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യരെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കുന്നതിനും അവരെ സംസ്കരിക്കുന്നതിനുമാണ് അല്ലാഹു പ്രവാചകന്മാരെ ഭൂലോകത്തേക്ക് അയച്ചത്. വിവിധ ദേശത്തും കാലത്തുമായി 100,000-ലധികം പ്രവാചകന്മാർ വന്നുപോയി. ആദ്യ മനുഷ്യനായ ആദം നബിയെ പ്രവാചകനായി നിയോഗിച്ചുകൊണ്ടാണ് അല്ലാഹു തആല അവന്റെ മതത്തെ മനുഷ്യർക്ക് പരിചയപ്പെടുത്തിയത്. ജനം തെറ്റിലേക്ക് ഒഴിമാറിക്കൊണ്ടിരിക്കുന്നപ്പോഴൊക്കെ അല്ലാഹു പ്രവാചകന്മാരെ അയച്ചുകൊണ്ടിരുന്നു. ജീവിത ലക്ഷ്യം മനുഷ്യർ വിസ്മരിച്ചപ്പോഴൊക്കെ ഇത് ആവർത്തിച്ചു പോന്നു. ഓരോ പ്രവാചകന്മാരും അവരുടെ കാലത്തിനും ദേശത്തിനും യോജ്യമായ പ്രബോധനങ്ങളാണ് നടത്തിയത്. ആരും അടങ്ങിയിരിക്കുന്നവരായിരുന്നില്ല. അങ്ങാടികളിലും ആഘോഷവേദികളിലും ആൾക്കൂട്ടങ്ങൾക്കിടയിലും പ്രവാചകന്മാർ തങ്ങളുടെ ദൗത്യം നിർവഹിച്ചു പോന്നു. പ്രബോധനവുമായി രംഗത്തിറങ്ങിയ പ്രവാചകന്മാരെ പൂമാലയിട്ടായിരുന്നില്ല ജനം സ്വീകരിച്ചത്, മർദ്ദനങ്ങൾ കൊണ്ടാണ് വരവേറ്റിരുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചത് അല്ലാഹു ആണെന്നും ആരാധ്യനായി അല്ലാഹു മാത്രമേ ഉള്ളൂ എന്നും അവർ ജനങ്ങൾക്കിടയിൽ പറഞ്ഞുകൊണ്ടിരുന്നു. നാട്ടുപ്രമാണിമാർക്കും ഗ്രാമമുഖ്യന്മാർക്കും ആൾ ദൈവങ്ങൾക്കും ഇതൊന്നും ദഹിച്ചിരുന്നില്ല. അവർ പ്രവാചകന്മാരെ ക്രൂരമായ പീഡനങ്ങൾക്കിരയാക്കി. എല്ലാ മുഅ്ജിസത്തുകൾ കൊണ്ട് അവർ നേരിട്ടു. പ്രവാചകന്മാർ നമുക്കെന്നും മാതൃകയാണ് സഹോദരങ്ങളെ. അവർ നടത്തിയ ദൗത്യം നാം ആണിപ്പോൾ നിർവഹിക്കേണ്ടത്. വിശുദ്ധ ഇസ്ലാമിനെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ്. അത്തരം കാര്യങ്ങൾക്ക് ഈ ആഘോഷങ്ങളും നമ്മുടെ നബിദിനാഘോഷങ്ങളും നമ്മുടെ വേദികളൊക്കെ നാം എന്താക്കണം, ഉപയോഗപ്പെടുത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇസ്ലാം മതത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. 900 മതങ്ങളുള്ള ലോകത്താണ് നാം ഇന്ന് ജീവിക്കുന്നത്. ഇതിൽ നിന്നും ഇസ്ലാം മതം തീർത്തും വ്യത്യസ്തമാണ്. അത് ലോക സൃഷ്ടാവായ അല്ലാഹുവിന്റെ മതമാണ് എന്നത് തന്നെയാണ് കാരണം. മനുഷ്യരെയും അണ്ഡകടാഹത്തിലെ അഖിലത്തെയും സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹു മനുഷ്യകുലത്തിന്റെ രക്ഷക്കും സുരക്ഷക്കും നൽകിയതാണ് ഇസ്ലാം മതം. ലോകത്ത് എത്ര തന്നെ മതങ്ങൾ ഉണ്ടായാലും ശരി, അള്ളാഹുവിന്റെ അരികിൽ അവ സ്വീകാര്യമല്ലെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഭൗതിക ലോകത്ത് ജീവിക്കാൻ വിട്ട മനുഷ്യർക്ക് ജീവിതന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്. അവന്റെ ജീവിതത്തിന്റെ നേർരേഖ അവന്റെ സൃഷ്ടാവ് തന്നെയാണ്, പടച്ചോൻ തന്നെയാണ്. കാലങ്ങൾക്കും ദേശങ്ങൾക്കും അനുസരിച്ച് ചില പരിഷ്കാരങ്ങൾ വരുത്തി അതിന്റെ സമ്പൂർണതയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തിയാക്കി. ഇനി ഒരു പുതുക്കലിനോ പരിഷ്കാരത്തിനോ ആവശ്യമില്ലാത്ത വിധം അത് സമ്പൂർണമാക്കിയിട്ടുണ്ട്. വിശുദ്ധ മതത്തിന്റെ കർമ്മങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും കേവലം ചടങ്ങുകൾ മാത്രമല്ല. അങ്ങനെ നോക്കിക്കാണുന്ന ചിലരുണ്ട്, കേവലം അതൊരു ചടങ്ങുകൾ മാത്രമാണ്. പക്ഷെ അത് ചടങ്ങുകളല്ല, യുക്തിക്കും വ്യക്തിക്കും തീർത്തും യോജ്യവും ബോധ്യവുമാണവ. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്താണെന്ന് ഇസ്ലാം പറയുമ്പോൾ ഒരു പ്രത്യേക ശാസ്ത്രത്തിനും പറയാൻ സാധ്യമില്ല എന്നത് തന്നെ ഇസ്ലാമിന്റെ അന്തസത്ത ഉയർത്തി കാണിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ചലന നിശ്ചലനങ്ങളിലെല്ലാം ഈ ഇസ്ലാമിന്റെ ഇടപെടലുകളുണ്ട്. മാത്രമല്ല, മുസ്ലിമായ ഒരാൾ ഇസ്ലാമിന്റെ ചട്ടക്കൂട്ടിൽ തന്നെ ഒതുങ്ങി ജീവിക്കണമെന്നും ഇസ്ലാം നിഷ്കർഷിക്കുന്നു. അങ്ങനെയുള്ളവർ മാത്രമേ മുസ്ലിമാവുള്ളൂ. ഇത് പേരിന് മുസ്ലിമും തോന്നിയതുപോലെ നടക്കുക, മുടി മോഡലാക്കി വെട്ടുക, നെരിയാണിക്കടിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക, കൂട്ടുകാരനെ അല്ലെങ്കിൽ അയൽവാസിയെ ചീത്ത വിളിക്കുക, തെറിവാക്കുകൾ ഉപയോഗിക്കുക, സംസ്കാരമില്ലാതെ നടക്കുക, സംസ്കാരമില്ലാതെ സംസാരങ്ങൾ സംസാരിക്കുക, ഇതൊക്കെ ഒരു മുസ്ലിമിന് യോജിച്ചതല്ല. മുഅ്മിനീങ്ങളെ,
മുസ്ലിമാണെന്നാൽ അള്ളാഹുവിനെ വഴിപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തന്ന വഴിയിലൂടെ സഞ്ചരിക്കണം. ചീത്ത വിളിക്കാതെ 5 വക്ത് നിസ്കരിച്ച് അള്ളാഹുവിനെ പേടിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹു കാണുന്നുണ്ട് എന്നുള്ള ബോധത്തിൽ മുസ്ലിമായ പുരുഷന്മാരും സ്ത്രീകളും നടക്കണം. റോഡിലൂടെ നടന്നു പോകുമ്പോ ഉസ്താദുമാരെ കണ്ട തട്ടം നേരെയാക്കും. പക്ഷേ അതിനേക്കാൾ വലിയ ലോകം തന്നെ പടക്കപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു തആല മുകളിലുണ്ട്, അവനെല്ലാം കാണുന്നുണ്ട് എന്നുള്ള ബോധം ആർക്കില്ല? സ്ത്രീകൾക്കില്ല, മനുഷ്യകുലത്തിന് തന്നെ ഇല്ല. അതൊക്കെ നാം സൂക്ഷിച്ച് അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് സ്വർഗം കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ലോകത്തെ സൃഷ്ടിച്ച നാഥന്റെ മതം ഇസ്ലാം മാത്രമാണെന്നും അത് സ്വീകരിച്ചാൽ മാത്രമേ മനുഷ്യർക്ക് രക്ഷയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. വിശുദ്ധമായ മതത്തെ അടിയുറച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യമേകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, ഈ വേദിയിൽ ഞാൻ കൂട്ടുകാരെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കൂട്ടുകാരില്ലാത്തവർ നമ്മിൽ ആരും ഉണ്ടാവില്ല അല്ലെ? എല്ലാവർക്കും, വയസ്സായവർക്കും വയസ്സാവാത്തവർക്കും എല്ലാവർക്കും കൂട്ടുകാരുണ്ടാവും. ഒരാളെ കുറിച്ചറിയാൻ അയാളുടെ കൂട്ടുകാരെ കുറിച്ച് അറിഞ്ഞാൽ മതി എന്ന് പറയാറുണ്ട്. കൂട്ടുകാരന്റെ എല്ലാ സ്വഭാവവും അവനിലും കാണുമെന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് നാം കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഉത്തമരായി ആയിരിക്കണമെന്ന് ഇവിടെ പ്രത്യേകം ഉണർത്തേണ്ടതില്ല. തെറ്റിലേക്ക് നയിക്കുന്ന കൂട്ടുകാരുണ്ടായാൽ നാം നാശമാകുമെന്ന് ഓർക്കുക. നാം കഞ്ചാവിന് അടിമകളാകും, മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളാകും. ആയതുകൊണ്ട് തന്നെ നല്ല കൂട്ടുകാരന്മാരെ കണ്ടെത്തണം. പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കുമെന്ന്? പഴമക്കാർ പറഞ്ഞതാണിത്. അനുഭവം തന്നെയാണത് അവരെ അങ്ങനെ പറയിപ്പിച്ചത്. കൂട്ടുകാർ കാരണമായി തെറ്റുകൾ ചെയ്യുകയും ഒടുവിൽ കുടുംബത്തിലും നാട്ടിനും ചീത്തപ്പേരുണ്ടാക്കുകയും ചെയ്ത എത്ര പേരുടെ വർത്തമാനങ്ങൾ നാം കേൾക്കാറുണ്ട്. ആയതിനാൽ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം നല്ല ചങ്ങാത്തവും കൂട്ടുകെട്ടും സ്ഥാപിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലവരായി തീരാൻ സാധ്യമാവുകയുള്ളൂ. മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ? ആരായിരുന്നു മുത്തനബിയുടെ തങ്ങളുടെ കൂട്ടുകാരൻ? മറ്റാരുമല്ല, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് നബിക്കൊപ്പം താങ്ങും തണലുമായി അദ്ദേഹം ഉണ്ടായിരുന്നു. ഹിറാ ഗുഹയിൽ നബിയെ സംരക്ഷിക്കാൻ അദ്ദേഹം ചെയ്ത കാര്യം നാമൊക്കെ പഠിച്ചിട്ടില്ലേ? അത് അത്തരം ഉത്തമ കൂട്ടുകാരാവട്ടെ നമ്മുടെ ഫ്രണ്ടുകൾ, കൂട്ടുകാർ. അല്ലാത്തവരെ നമുക്ക് തൽക്കാലം മാറ്റി നിർത്തിയേക്കാം. പറയാൻ ഇനിയും ഒരുപാടുണ്ട്, പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല. കൂട്ടുകാരെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ ബൈക്കിൽ കറങ്ങുകയാണ്. യുവാക്കൾ ബൈക്കിൽ എങ്ങനെ കറങ്ങുകയാണ് അർദ്ധരാത്രിയുടെ യാമങ്ങളിൽ. 2 മണിയുടെ സമയത്തും 3 മണിയുടെ സമയത്തും കൂട്ടുകാർ, യുവാക്കൾ എവിടെയില്ല, വീട്ടിനുള്ളിലില്ല. അവരെങ്ങനെ കറങ്ങുകയാണ്, അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്, മയക്കുമരുന്നിന്റെ ഉപയോഗം നടത്തുകയാണ്. അങ്ങനെയൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന യുവത്വമാണ്. കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെയൊക്കെ കൂട്ടുകാരെയൊക്കെ അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശ്വാസികളെ, നിസ്കാരത്തെക്കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ബുനിയൽ ഇസ്ലാമു അലാ 5 ഷഹാദത്തിൻ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ് വഇഖാമസ് സ്വലാത്തി വഈതാഇസ് സകാത്തി വൽ ഹജ്ജി വസൗമി റമളാൻ. ഇസ്രാഇന്റെ രാത്രിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ലഭിച്ച സമ്മാനം, ശരീരം കൊണ്ട് ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓരോ ദിവസവും 5 വക്ത നിസ്കാരം നിർബന്ധമാണ്.
അത് ചെയ്യുന്നവർക്ക് ഒരുപാട് പുണ്യവുമാണ്, നഷ്ടപ്പെടുത്തുന്നവർക്ക് ശക്തമായ ശിക്ഷയുമാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നിസ്കാരം. നിസ്കരിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠത അള്ളാഹു തആല പറയുന്നു. എന്താണ് പറയുന്നത്? നിസ്കാരം തെറ്റിനെ തൊട്ട് തടയുമെന്ന് അള്ളാഹു പറയുന്നു. ഇത് തെറ്റാവില്ല. ഈ ആയത്ത് വിശദീകരിച്ച പണ്ഡിതന്മാർ പറയുന്നു, യഥാർത്ഥ നിസ്കാരം ഒരാളെ തെറ്റിൽ നിന്ന് അകറ്റി നിർത്തും. നല്ല രീതിയിൽ നിസ്കരിക്കുന്നവർക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം നിസ്കാരത്തിലെ തുടക്കത്തിൽ തന്നെ പറയുന്നു, വജ്ജഹത്തു, എന്റെ നിസ്കാരം, എന്റെ എല്ലാം അല്ലാഹുവേ, നിനക്കെന്റെ ജീവിതവും, നിനക്ക് പിന്നെ അയാൾ എങ്ങനെ തെറ്റ് ചെയ്യും? ഒരു പണ്ഡിതന്റെ ഭാര്യയോട് ഒരു അയൽവാസി വ്യഭിചാരത്തിന് ആവശ്യപ്പെട്ടു. ഭാര്യ പണ്ഡിതനോട് ഇതറിയിച്ചു. പണ്ഡിതൻ ഭാര്യയോട് പറഞ്ഞു, അയാളോട് 40 ദിവസം എന്റെ പിറകിലായിട്ട് സുബ്ഹി ജമാഅത്തായി നിസ്കരിക്കാൻ പറയുക, അതിനുശേഷം കാര്യം സാധിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ 40 ദിവസം കഴിഞ്ഞു. ഭാര്യ അയൽവാസിയോട് കാര്യം പറഞ്ഞു. അയൽവാസി പറഞ്ഞു, ഞാൻ വ്യഭിചരിക്കുകയോ? ഇല്ല, ഞാൻ വ്യഭിചരിക്കില്ല. ഈ വിവരം ഭാര്യ പണ്ഡിതനോട് പറഞ്ഞു. അപ്പോൾ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ ഒരു പരീക്ഷണത്തിലായിരുന്നു. എന്റെ നിസ്കാരം നിസ്കാരമാവുന്നുണ്ടോ എന്നിപ്പോൾ ഞാൻ എന്റെ പരീക്ഷണത്തിൽ വിജയിച്ചിരിക്കുന്നു. നിസ്കാരം അയൽവാസിയെ തെറ്റിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പലരും പറയുന്നു, നമ്മൾ നിസ്കരിക്കുന്നു, പക്ഷേ തെറ്റിൽ നിന്ന് മാറുന്നില്ല. ഇവിടെ നാം ചിന്തിക്കുക, നമ്മുടെ നിസ്കാരത്തെ കുറിച്ച് എന്താണ് ചിന്തിക്കേണ്ടത്? നമ്മുടെ നിസ്കാരത്തിന്റെ അവസ്ഥ. നിസ്കാരം കഴിഞ്ഞ് നാം എങ്ങോട്ട് പോകുന്നു? ഹറാമിലേക്ക്, മറ്റുള്ളവരെ ആക്ഷേപിക്കാൻ, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ. നിസ്കാരമാവണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ശുദ്ധി വേണം, അതും വസ്ത്രവും ശരീരവും. ആധുനിക പാന്റുകളുടെ അവസ്ഥ, മൂത്രമൊഴിച്ചാൽ പൂർണ്ണമായും പോകില്ല. പാന്റിലേക്ക് മൂത്രം വിറ്റുന്നു. പാന്റിനെ വിമർശിക്കുകയല്ല, മാന്യമായ വസ്ത്രമാണ് പാന്റ്. തുണിയേക്കാൾ സുരക്ഷിതമായ വസ്ത്രമാണ്. നിലത്തേക്ക് വലിച്ചു നടക്കുന്നു, നജസിലൂടെ വലിച്ചു നടക്കുന്നു, പള്ളി നജസാക്കുന്നു. ബിരിയാണിക്ക് താഴെ ഇറങ്ങിയ വസ്ത്രം. നരകത്തിൽ ഇസ്ലാമികാധ്യാപനം, ആധുനിക പാന്റ് ഔറത്ത് മറയില്ല. റുക്കൂഇലേക്ക് പോകുമ്പോൾ ഔറത്ത് വെളിവാകുന്നു. പിന്നെ ആ നിസ്കാരം കൊണ്ടെന്ത് കാര്യം? നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കണമല്ലോ, അല്ലാത്ത സമയത്തും ഔറത്ത് മറക്കണം. പ്രത്യേകിച്ച് നിസ്കാരത്തിൽ വുളൂ ചെയ്യുന്നു, പക്ഷേ പൂർണ്ണമായി അവയവങ്ങൾ കഴുകുന്നില്ല. പലരും വുളൂ ചെയ്യുമ്പോൾ പൈപ്പിന് ചുവട്ടിൽ വെച്ച ബക്കറ്റിലെ മുസ്തഅമലായ വെള്ളം കൊണ്ടാണ് കാൽ കഴുകുന്നത്. എങ്ങനെ വുളൂ ശരിയാകും? വുളൂ ശരിയാകാതെ എങ്ങനെ നിസ്കാരം ശരിയാവും? ചുരുക്കത്തിൽ ആദ്യമായി നമ്മുടെ നിസ്കാരത്തിന്റെ തുടക്കം തന്നെ ശരിയാവുന്നില്ല. ഇനി നിസ്കാരത്തിലേക്ക് കടന്നാലോ എന്താണ് അവസ്ഥ? الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, കുട്ടികളെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മുടെ ഉമ്മയെയും ഉപ്പയെയും കുറിച്ചാണ് ഈ വേദിയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടുള്ള കടപ്പാടുകൾ കഴിഞ്ഞാൽ പിന്നെ നമുക്കേറെ ബാധ്യതയുള്ളത് നമ്മുടെ മാതാപിതാക്കളോടാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു. എന്താണ് പറയുന്നത്? നിങ്ങൾ എനിക്ക് ആരാധിക്കുക, ശിർക്ക് ചെയ്യരുത്. അടുത്തവനെ ആരാധിക്കണം, പക്ഷെ എന്താക്കരുത്? ശിർക്ക് ചെയ്യരുത്. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക. മാതാപിതാക്കളോട് കാണിക്കേണ്ട കാരുണ്യവും സ്നേഹവും പെരുമാറ്റ രീതികളും പലയിടങ്ങളിലായി ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഇരുലോക വിജയത്തിന് നിദാനമായ മുഴുവൻ കാര്യങ്ങളും പഠിപ്പിച്ച അതുല്യ ഗുരുവാണല്ലോ ലോകത്തിന്റെ നായകൻ ഒരു മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. സ്വന്തം മാതാവിനെ ഓർത്ത് കണ്ണീരൊഴുക്കിയ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാപിതാക്കൾക്ക് അർഹമായ പരിഗണന നൽകാൻ ശക്തമായ ഭാഷയിൽ നിർദ്ദേശിച്ചതായി നമുക്ക് കാണാം. മാതാപിതാക്കൾ സ്വർഗ കവാടങ്ങളാണെന്ന് ദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിന് അർത്ഥവും വെളിച്ചവും തന്നത് മാതാപിതാക്കളാണെന്നതിനാൽ അവരോട് ആദരവോടെ മാത്രമേ നാം പെരുമാറാവൂ. അവരോട് അനുവർത്തിക്കേണ്ട മര്യാദകളും കടപ്പാടുകളും അതിന്റെ ശ്രേഷ്ഠതകളും വിശദീകരിക്കുന്ന ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരവധി നടത്തിയിട്ടുണ്ട്.
അള്ളാഹുവിനേറെ പ്രിയപ്പെട്ട അമൽ ഏതെന്ന് ചോദിച്ചപ്പോൾ സമയത്തിന് നിസ്കരിക്കലും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലുമാണെന്നാണ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള പോരാട്ടവുമാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയത്. ആധുനിക സമൂഹത്തിൽ മാതാപിതാക്കളെ സമൂഹത്തിന് ബാധ്യതയാകുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം. പ്രായമാകുന്തോറും സ്വാതന്ത്ര്യമാകേണ്ട മക്കൾ മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുവിടുന്ന അവസ്ഥ എത്ര വേദനാജനകമാണ്. ഇതിനു പുറമെ അവരെ ചീത്ത വിളിക്കുന്നവരും കുറവല്ല. അവർക്കെതിരെ ശാപവാക്കുകൾ ഉയർത്തുന്നവരും സമൂഹത്തിൽ നിന്ന് കാണാം. അത്തരക്കാർക്ക് മുമ്പിൽ മഹാനായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വാക്കെടുത്ത് വെച്ച് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മാതാപിതാക്കളെ ശപിക്കുന്നത് വൻ ദോഷങ്ങളിൽപ്പെട്ടതാണ്. മാതാപിതാക്കളെ എങ്ങനെയാണ് ശപിക്കുക എന്നൊരാൾ ചോദിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാൾ മറ്റൊരാളുടെ പിതാവിനെ ചീത്ത പറഞ്ഞാല് അവൻ തിരിച്ചവന്റെ പിതാവിനെയും ചീത്ത പറയുമോ? അവന്റെ ഉമ്മയെ ചീത്ത പറഞ്ഞാല് അവൻ ഇവന്റെ ഉമ്മയെയും ചീത്ത പറയും. ആയതിനാൽ നബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോട് ഞാൻ ഉണർത്തുന്നു, നാം നബിയുടെ വാക്കുകളും വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളും ഉൾക്കൊള്ളുക. മാതാപിതാക്കളെ നമ്മുടെ വിലമതിക്കാനാവാത്ത സ്വത്തായി നാം കാണുക എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.